നാമത്തിൽ വന്ദനം അറിയിക്കുകയാണ്. നാം ദൈവസന്നിധിയിൽ ആയിരിക്കുകയാണല്ലോ. നമ്മുടെ ദൈവിക വിശ്വാസം വിലയുള്ളതായി നമ്മൾ പരിരക്ഷിച്ചാൽ അത് വളരെ നന്നായിരിക്കും. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ഏറ്റവും ശ്രദ്ധിച്ച വാർത്ത ഇന്ത്യൻ മാധ്യമങ്ങളിൽ ബഹിരാകാശ യാത്ര കഴിഞ്ഞ് സുനിത വില്യംസും കൂടെയുള്ളവരും തിരിച്ചു വന്നു എന്നതാണ്. എന്നാൽ അമേരിക്കൻ മാധ്യമങ്ങളിൽ ബുച്ച് വിൽമോർ സംഘവും മടങ്ങി വന്നു എന്നതാണ് അവിടുത്തെ വാർത്ത. കാരണം സുനിത വില്യംസ് ഒരു ഇന്ത്യൻ വംശജയായതുകൊണ്ട് ഇന്ത്യൻ മാധ്യമങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞു. എന്നാൽ അമേരിക്കൻ മാധ്യമങ്ങൾ ബുച്ച് വിൽമോറിനെ കുറിച്ച് വളരെ കൂടുതലായിട്ട് പറയുന്നുണ്ടായി. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ന്യൂസ് നല്ലതുപോലെ ശ്രദ്ധിച്ചെങ്കിൽ അവര് മടങ്ങി വന്നതിന് ശേഷം ബുച്ച് വിൽമോർ എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞ ഒരു വാക്കാണ്, യേശുക്രിസ്തുവിന്റെ സഹായത്താലാണ് 287 ദിവസം അവര് ബഹിരാകാശത്ത് കുടുങ്ങിപ്പോയവിടത്തു നിന്ന് രക്ഷപ്പെട്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഓർക്കുന്നത് പോലെ ഇവര് സുഖമായിട്ട് പോയിട്ട് മടങ്ങുന്നില്ല, അവിടെ കുടുങ്ങിപ്പോയി. ദൈവത്തിന്റെ അനുഗ്രഹത്താൽ തിരിച്ചു വന്നു എന്നതാണ്. ഇന്ന് പൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവവിശ്വാസം ആരെങ്കിലും ഒരാളിലൂടെ ലോകത്തിൽ ഉയർത്തപ്പെടും. ഈ ഒരു സംഘം അവിടെ പോയതിൽ ഈ ബുച്ച് വിൽമോർ എന്ന് പറയുന്ന ബഹിരാകാശ സഞ്ചാരിയെങ്കിലും യേശുക്രിസ്തുവിനെ കുറിച്ച്, യേശുക്രിസ്തുവിന്റെ അത്ഭുതകരമായ സംരക്ഷണ, സൂക്ഷിപ്പ്, കരുതൽ, വിടുതലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് അർത്ഥവത്തായിരിക്കട്ടെ എന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. നമ്മളിൽ ആരെങ്കിലുമൊക്കെ ദൈവത്തിന് വക്താക്കളായി, സാക്ഷികളായി, അവന്റെ വക്താക്കളായി വെളിപ്പെടും എന്നോർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. നമുക്ക് ദൈവവചന ചിന്തയിലേക്ക് കടന്നു പോകാം. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. ഇനി അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദം ഇല്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ ഈ വേദഭാഗം വായിച്ചാൽ ലേഖകൻ പറയുന്നത് തുടക്കം നന്നായിരുന്നു, ഒടുക്കം നന്നായിരുന്നില്ല. ആരംഭം നന്നായിരുന്നു, അവസാനം നന്നായിരുന്നില്ല. ഒന്നാമത്തെ ദിവസം നന്നായിരുന്നു, അതിൽ അവസാനിച്ച ദിവസം നന്നായിരുന്നില്ല എന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ടത് ലിറ്റിൽ ടൈം, ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ വാക്കു പറഞ്ഞവൻ വാക്കു പാലിക്കും. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ലിറ്റിൽ ടൈം, കുറച്ച് സമയം, പരിമിതമായ സമയം, ഒത്തിരി ദൈർഘ്യമായി നീണ്ടുപോകത്തില്ല എന്നതാണ്. അങ്ങനെയെങ്കിൽ ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ, പരിമിതമായ സമയത്തിനുള്ളിൽ വാക്കു പറഞ്ഞവൻ മടങ്ങി വന്ന് വാക്ക് പാലിക്കും എന്നതാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അങ്ങനെയെങ്കിൽ അവൻ മടങ്ങി വരുന്ന സമയം വരെ നമ്മൾ എന്ത് ചെയ്യണം? ജീവിച്ചാൽ പോരാ,
വിശ്വാസത്തിൽ ജീവിക്കണം. ആമേൻ. ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിൽ നോക്കിയാലും പുതിയ നിയമത്തിൽ തന്നെ 3 സ്ഥലങ്ങളിൽ, 3 ലേഖനങ്ങളിൽ ഈ വാക്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത് രേഖപ്പെടുത്തിയിരിക്കുന്നത് റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിലാണ്. റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ അതിൽ ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. അത് വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ. അതുകൊണ്ട് ആദ്യം ഇത് പറയുന്നത് അപ്പോസ്തലനായ പൗലോസാണ്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. രണ്ടാമത് പറഞ്ഞിരിക്കുന്നതും അപ്പോസ്തലനായ പൗലോസ് തന്നെയാണ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം നമുക്ക് വായിക്കാം. എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടമാകുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ മൂന്നാമത് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നതും പൗലോസ് തന്നെ. ആകയാൽ എബ്രായ ലേഖനത്തിന്റെ കർത്താവ് പൗലോസ് തന്നെ എന്നുള്ള ഒരു നിഗമനത്തിൽ നാം ഈ ചിന്തയുമായി മുന്നോട്ട് പോവുകയാണ്. റോമാലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം, ഗലാത്യ ലേഖനം 3-ാം അധ്യായം 11-ാം വാക്യം, എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 38-ാം വാക്യം. ഈ 3 വാക്യങ്ങളിലും പറഞ്ഞിരിക്കുന്നത് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എന്നാൽ ഈ 3 ലേഖനങ്ങളിൽ ഒരാൾ തന്നെ പറയുമ്പോൾ ആ ഒരാളുടെ 3 ലേഖനങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിന് 3 വ്യത്യസ്തമായ ചിന്തകളിൽ നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. റോമാ ലേഖനത്തിൽ നീതിമാനെ കുറിച്ചും, ഗലാത്യ ലേഖനത്തിൽ വിശ്വാസത്തെ കുറിച്ചും, എബ്രായ ലേഖനത്തിൽ ജീവിതത്തെ കുറിച്ചും പറയുന്നു. റോമാ ലേഖനത്തിൽ നീതിമാനെ കുറിച്ചും, ഗലാത്യ ലേഖനത്തിൽ വിശ്വാസത്തെ കുറിച്ചും, എബ്രായ ലേഖനത്തിൽ ജീവിതത്തെ കുറിച്ചും പറയുമ്പോൾ ഇന്നുകൾ കാരണം എന്നെ കേൾക്കുന്ന വർഷങ്ങളുള്ള ദൈവമക്കളെ, നമ്മൾ ജീവിക്കേണ്ടത് അനിവാര്യമാണ്. ആമേൻ. നമ്മൾ ജീവിച്ചില്ല എങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് ഒരു വിധമായ മുതൽക്കൂട്ടും നമുക്ക് ഭാവിയിൽ പ്രതീക്ഷിക്കുവാൻ കഴിയത്തില്ല. ആമേൻ. 287 ദിവസം ബഹിരാകാശത്തിൽ കുടുങ്ങിക്കിടന്നുവെങ്കിലും അവർ തിരിച്ചു വന്നപ്പോൾ അവരുടെ ഉദ്ദേശം സാധ്യമായി എന്ന് ലോകത്തിന് ഘോഷിക്കുവാൻ കഴിയുമെങ്കിൽ, പ്രിയവാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിൽ വിശ്വാസം അത് നമ്മൾ അവസാനത്തോടെ സൂക്ഷിക്കണം. ആ സൂക്ഷിപ്പ് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യമാണ് നമ്മൾ അറിയേണ്ടതെന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. യഥാർത്ഥ വിശ്വാസം, സത്യസന്ധമായ വിശ്വാസം, പരമാനന്ദമായ, പരിശുദ്ധമായ, പരമശ്രേഷ്ഠമായ വിശ്വാസത്തെ നമ്മൾ സൂക്ഷിക്കണം. ആമേൻ. നമ്മൾ സൂക്ഷിക്കുന്നത് എവിടെയാണെന്നുള്ള കാര്യം നമ്മളൊന്ന് അറിയണം. ഈ വായിച്ച വേദഭാഗത്ത് ഇങ്ങനെയാണ് വായിക്കുന്നത്: എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, അവൻ പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. എന്റെ ഉള്ളം എന്നതിന് എന്റെ പ്രാണൻ, മൈ സോൾ, എന്റെ പ്രാണൻ ഒരിക്കലും അവനോട് അടുക്കത്തില്ല എന്നാണ് ആ വാക്യം. പ്രിയവാത്സല്യമുള്ള ദൈവമക്കളെ, ഇത് പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശുവാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അതുകൊണ്ട് കർത്താവ് പറയുകയാണെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് പിന്മാറുന്നവരോട് ഞാനും അകച്ച പാലിക്കുമെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്.
യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന് 8 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറഞ്ഞ്, ദൈവത്തോട് അടുത്തു വരുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. പിശാചിനോട് അകന്നു പോകുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അകന്നു പോകും. പ്രിയ ദൈവമക്കളെ, നമ്മള് ദൈവത്തോട് അടുത്തില്ല എങ്കിൽ പിശാചിനോട് അടുക്കേണ്ടി വരും. ദൈവത്തോട് അടുത്താൽ പിശാചിനോട് അകന്ന് നിൽക്കുവാൻ കഴിയും. ആമേൻ. നമ്മുടെ ഈ ലോക ജീവിതം അനുഗ്രഹപൂർണ്ണമായി തീരണമെങ്കിൽ, ആദായകരമായി തീരണമെങ്കിൽ, വിജയകരമായി തീരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് അടുത്തുകൊണ്ടേയിരിക്കണം. ആമേൻ. നമ്മൾ ദൈവത്തോട് അടുക്കുന്നില്ല എങ്കിൽ, ദൈവത്തോട് അടുത്ത് ചെല്ലുന്നില്ല എങ്കിൽ നമ്മൾ പിശാചിനോട് അടുത്തുകൊണ്ടിരിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ ശവക്കുഴി നമ്മുടെ മുന്നിൽ പിളർക്കാൻ ഇടയാകുമെന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത്. പ്രിയ ദൈവമക്കളെ, ആരംഭം നല്ലതായിരുന്നു, അവസാനം നല്ലതല്ല എന്ന് പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്കൊരു കാര്യം കാണുവാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നുപോയാൽ, ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിന്റെ 22-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ, വേഗത്തിൽ അവിടേക്ക് രക്ഷപ്പെടുക, എന്നാൽ നീ അവിടെ എത്തുന്നതുവരെ എനിക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കള്, നമുക്കറിയാം സോദോമിന്മേൽ ദൈവത്തിന്റെ ഭയാനകമായ ന്യായവിധി വരികയാണ്. ദൈവം അബ്രഹാമിനെ ഓർത്ത് ലോത്തിലെ കുടുംബമായി ആ വിപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ആഗ്രഹിച്ചിട്ട് പറയാണ്, നീ എന്ത് ചെയ്യണം? വേഗത്തിൽ അവിടെ ഓടി പോവുക. പ്രിയ ദൈവമക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തോട് അടുക്കുന്നതിൽ വേഗത വേണം. ആമേൻ. ദൈവത്തിന്റെ അടുക്കലേക്ക് പോകുന്നതിൽ നമുക്ക് വേഗത വേണം. പലപ്പോഴും ക്രൈസ്തവ സമൂഹത്തിന് ദൈവത്തോട് അടുക്കുന്നതിൽ വേഗതയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ആരംഭം നന്നായിരിക്കും, അവസാനം നന്നാകാതെ പോയാൽ ആരംഭത്തിന്റെ നന്മ കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകത്തില്ല. പ്രിയ ദൈവമക്കളെ, ഓടിപ്പോകാനായിട്ട് പറഞ്ഞു, വേഗത്തിൽ പോകാനായിട്ട് പറഞ്ഞു. പക്ഷേ എന്താണ് വീണ്ടും വീണ്ടും ലോത്ത് പറഞ്ഞത്? ഈ സ്ഥലം ഇവിടെ എനിക്ക് അടുത്തതാണ്, അവിടം വരെ എനിക്ക് പെട്ടെന്ന് പോകാം. ആ കാര്യത്തിലും ദൂതന്മാര് ലോത്തിനോട് കരുണ കാണിച്ചു. എന്നാൽ ഞാൻ പറയട്ടെ, ഒരുമിച്ച് വീട്ടിൽ നിന്നിറങ്ങി നാടുകൾ തന്റെ കൂടെ ഉണ്ടായിരുന്ന തന്റെ ഭാര്യയെ അവിടെ എങ്ങും നോക്കിയിട്ട് തനിക്ക് കാണുവാൻ കഴിഞ്ഞു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മള് മക്കളും പരിവാരവുമായിട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചായിരിക്കും. അവർ കൂടെ ഉണ്ടോ? പ്രത്യേകിച്ച് പ്രായം ഏറ്റവും കുറഞ്ഞ കുഞ്ഞുങ്ങൾ മുതൽ പ്രായം കൂടിയ കുഞ്ഞുങ്ങൾ വരെയുള്ള ആ ഒരു വലിയ ബറ്റാലിയൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും പ്രായം കുറഞ്ഞതിനെ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കും. കാരണം കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അങ്ങനെ ആ യാത്രയിൽ നമുക്ക് ഈ ലോകപ്രകാരം മുന്നോട്ട് പോകാം. എന്നാൽ ഞാൻ ഒരു പരമസത്യം പറയട്ടെ, നമ്മുടെ ഈ സ്വർഗീയ യാത്രയിൽ അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. അങ്ങനെയൊന്നും ചെയ്തുകൊണ്ട് നമുക്ക് പോകാൻ ഒരു കാരണവശാലും സാധിക്കത്തില്ല. ഈ വാക്യം പറയുന്നത് ഒന്നും പിന്നെ പറഞ്ഞിട്ടില്ല. നീ വേഗത്തിൽ അവിടേക്ക് പോവുക, നീ അവിടെ എത്തുന്നത് വരെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ആ യാത്രയുടെ തുടക്കം നന്നായിരുന്നു. ലോത്തിന്റെ കൂടെ തന്റെ ഭാര്യയുണ്ട്, ലോത്തിന്റെ കൂടെ തന്റെ മക്കളുണ്ട്, ലോത്തിന്റെ കൂടെ ആ മക്കൾക്ക് വിവാഹം ചെയ്യപ്പെട്ട ആ പുരുഷന്മാരും ഒരുപക്ഷെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം നിനക്ക് ആരെങ്കിലും ഈ നാട്ടിലുണ്ടെങ്കിൽ അവരെ എല്ലാം നീ വിളിച്ച് നിന്റെ കൂടെ കൊണ്ടുപോക്കോ എന്ന് ദൈവം പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ അങ്ങനെയും അത് സംഭവിച്ചിരിക്കാം. അതങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ പോലും അതിനകത്ത് മറ്റൊരു പ്രയാസവും പ്രതിബന്ധവുമില്ല. കാരണം ദൈവം പറയാനുള്ളത് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, ആ യാത്രയുടെ തുടക്കം നന്നായിരുന്നു. എന്നാൽ മുന്നോട്ട് ഒന്നും
നോക്കാൻ കഴിയാതെ ലോത്തിനോട് നീ ഓടി രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞപ്പോൾ തന്റെ കൂടെ ഇറങ്ങിയ ഭാര്യയെ പോലും തിരിഞ്ഞു നോക്കുവാൻ കഴിഞ്ഞില്ല. ഭാര്യ ഇറങ്ങിയ സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ക്രൈസ്തവ ജീവിതം വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആരെ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ കഴിയും എന്നതിന് ഒരു ഉറപ്പുമില്ല. കാരണം സ്വന്തം ഭാര്യയെ കൂടെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞില്ല. തന്റെ മക്കളെ കൊണ്ടെത്തിച്ചതായി, പെൺമക്കളെ കൊണ്ടെത്തിച്ചതായി നമ്മൾ കാണുന്നുണ്ട്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, പക്ഷേ അതിനേക്കാളെല്ലാം ഉപരി ഈ പെൺമക്കളുടെ അമ്മയെ കൊണ്ടെത്തിക്കുവാൻ ലോകത്തിന് കഴിയാതെ പോയത് ലോകത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർഭാഗ്യകരമായ അവസ്ഥയാണ്. എന്നാൽ അവളെയും കൂടെ കൊണ്ടുപോരുക, അതിനുവേണ്ടി നീ സമയം ചിലവിടണം എന്നൊരു നിർദ്ദേശം പോലും ദൈവത്തിന് കിട്ടിയില്ല. നമ്മുടെ സ്വർഗീയ യാത്ര അപ്രകാരം തിടുക്കമായതായിരിക്കുമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഇന്ന് പ്രകാരം ദൈവമക്കളെ ഓർപ്പിക്കുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തുടക്കം നല്ലതാണ്, പക്ഷെ ഒടുക്കം നല്ലതായിരുന്നില്ല എങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ആമേൻ. ആ വിശ്വാസത്തിനാണ് പ്രസക്തി എന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കട്ടെ. വിശ്വാസത്തെ കുറിച്ച് റോമാലേഖനം 1:17 നീതിമാൻ ജീവിക്കുന്നതിനെ കുറിച്ച് ഗലാത്യ ലേഖനത്തിലും എബ്രായ ലേഖനത്തില് ആ ജീവിതത്തിന്റെ അന്ത്യത്തെ കുറിച്ച് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ കാണുവാൻ കഴിയുമെങ്കിൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നീതിമാനുണ്ട്, വിശ്വാസമുണ്ട്, ജീവിതമുണ്ട്. നമ്മൾ നീതിമാന്മാരാണ്, നമുക്ക് വിശ്വാസമുണ്ട്, പക്ഷെ നമുക്ക് ജീവിതവും കൂടെ ഉണ്ടാകണം. അമ്മേ, എനിക്ക് ഊന്നി പറയാനുള്ളത്, നമ്മൾ നീതിമാന്മാരുടെ ഗണത്തിലാണ്, നമുക്ക് വിശ്വാസമുണ്ട്, പക്ഷെ നമ്മുടെ ജീവിതം അതിൽ നമ്മൾ പരാജയപ്പെട്ടു പോയാൽ നമ്മുടെ ലക്ഷ്യത്തിൽ എത്തത്തില്ല എന്നത് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. യഥാർത്ഥമായ, സത്യസന്ധമായ, സ്ഥായിയായ, സ്ഥിരമായ വിശ്വാസത്തിൽ നിന്ന് നമ്മൾ പുറകോട്ട് മാറുന്ന ഒരു അനുഭവമാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മള് സ്പീഡ് അല്ലെങ്കിൽ വേഗത കുറയ്ക്കുന്ന ഒരു അനുഭവമാണ്. പിന്മാറുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് തികച്ചു മാറിപ്പോവുക എന്ന അർത്ഥത്തെക്കാൾ ഉപരി ഇവിടെ നമ്മുടെ വേഗത കുറയ്ക്കുന്നു. ആമേൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ വേഗത കുറയ്ക്കുന്നു. അതുകൊണ്ടാണ് പല ദിവസങ്ങള് കണ്ടുമുട്ടാതെ ഇരുന്ന് പ്രയാസപ്പെട്ട് കാണാതിരുന്ന സങ്കടത്തെ കുറിച്ചെല്ലാം ശൂന്യം കാര്യത്തിൽ ഇടയെ ചെറുക്കനോട് പറഞ്ഞതിന് ശേഷം ഒരു കാര്യം പറയാണ്, അവനെ കണ്ടുപിടിക്കുമ്പോൾ വേഗത്തിൽ നിന്റെ പിന്നാലെ നീ എന്നെ വലിക്കാം, ഞാൻ നിന്റെ പുറകെ ഓടിപ്പോരാം. പ്രിയ ദൈവമക്കള് ഒത്തിരി ദിവസം കണ്ടു, അതിനുശേഷം കണ്ടില്ല. പിന്നെ കണ്ടപ്പോൾ അവൾ പറയാണ്, വേഗത്തിൽ നിന്റെ പിന്നാലെ എന്നെ നീ വലിക്കാം, ഞാൻ നിന്റെ കൂടെ പോരാം. അപ്പൊ നമുക്കറിയാമോ ആ വാക്കിന്റെ വ്യത്യാസം? ആദ്യം നടന്നുകൊണ്ടിരുന്നു, ആ നടപ്പിനിടയിൽ കാണാതെ പോയി, പിന്നെ കണ്ടുപിടിച്ചപ്പോൾ പറയാണ്, നീ എന്നെ വലിക്കണം. കാരണം എന്റെ നടപ്പ് നിന്ന നടപ്പിനോടൊപ്പം യോജിക്കാതെ ആ പുറകിലാകുകയാണെങ്കിൽ അങ്ങനെ ഞാൻ കൈവിട്ടു പോകാതിരിക്കാൻ നിന്റെ പിന്നാലെ നീ എന്നെ ബലാത്കാരം വലിച്ചു കൊണ്ടുപോകണം. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ കർത്താവിന്റെ പിന്നാലെയുള്ള നടപ്പിൽ നമ്മൾ വേഗത കുറഞ്ഞു പോയാൽ പാടില്ല. അതെ, തുടക്കത്തിൽ വേഗതയുണ്ടായിരുന്നു, ഒടുക്കത്തിൽ വേഗത ഇല്ലാതെ പോവുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഡ്രോ ബാക്ക്, പിന്നാലെ, പിന്നിലേക്ക് എന്നുള്ള ആ അർത്ഥം വരുന്ന വാക്യം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് ഫിയർ, ഭയമാണ്. രണ്ടാമത് സൈലന്റ്, ശാന്തമാണ്. മൂന്നാമത് സീക്രട്ട്, നിശബ്ദമാണ്. അതുകൊണ്ട് വിശ്വാസമുള്ള മനുഷ്യൻ പുറകോട്ട് വലിഞ്ഞു നിന്നാൽ അതിന്റെ അർത്ഥം ആരെയെങ്കിലും പേടിക്കുന്നു എന്നാണ്. ഒരുത്തരെയും പേടിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഒട്ടു വിശ്വാസികളുടെയും ജീവിതത്തിൽ, പ്രത്യേകിച്ച് സാമ്പത്തിക രംഗങ്ങളിൽ പ്രയാസമുള്ള വിശ്വാസികളെ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം നമ്മുടെ രാജ്യത്ത് നേരിടുന്നത് ആ വ്യക്തിയെ ഭയപ്പെടുത്തുന്ന ഒരു വിഷയമാണ്. കാരണം ഭയമുണ്ടാകും. പലരുടെയും മുൻപിൽ അഭിമുഖീകരിക്കുവാൻ ആ വിശ്വാസിക്ക് ഭയമുണ്ടാകും. ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമുക്ക് ഭയമുണ്ടാകരുത്. രണ്ടാമത്, നമ്മൾ നിശബ്ദരായിരിക്കരുത്. നമ്മൾ എന്ത് ചെയ്യരുത്? നിശബ്ദരായിരിക്കരുത്. പലരെയും പേടിച്ചിട്ട് നമ്മുടെ കർത്താവാണ്, നമ്മുടെ ദൈവമാണ്, നമ്മുടെ രക്ഷകനാണ് യേശു എന്ന് പറയുവാൻ നമ്മൾ തുനിയാതെ നിശബ്ദരായിരിക്കരുത്, മൗനം പാലിക്കരുത്.
മൂന്നാമത്, ഈ 3 വാക്ക് നിങ്ങൾ മറക്കരുത്. ഫിയർ, സൈലൻസ് ആൻഡ് സീക്രട്ട്. ഭയമുണ്ട്, നിശബ്ദതയുണ്ട്, ശാന്തമായ രഹസ്യമുണ്ട്. പ്രിയ ദൈവമക്കളെ, ക്രിസ്തീയ വിശ്വാസ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ഭയം മാറിപ്പോകണം, നിശബ്ദത മാറിപ്പോകണം, രഹസ്യം മാറിപ്പോകണം. ആമേൻ. ഇതെല്ലാം പരസ്യമായിട്ടാണ്. ക്രിസ്തീയ വിശ്വാസ രഹസ്യമല്ല, അത് പരസ്യമാണ്. ആരെങ്കിലും ഭയന്നാൽ അവിടെ രഹസ്യമായി പോകും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ വെച്ചുണ്ടാകുന്ന സാമ്പത്തിക ചുറ്റുപാടുകളുമായുള്ള ബന്ധത്തിൽ നമുക്ക് പലപ്പോഴും സീക്രട്ട് സംഭവിച്ചു പോകും. പക്ഷേ ആ സീക്രട്ട് മാറിപ്പോകും. ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന്, ഞാൻ ദൈവ പൈതലാണ് എന്ന്, ഞാൻ വിശ്വാസിയാണ് എന്ന് പരസ്യമായി പറയുവാനും പരസ്യമായി പ്രഖ്യാപിക്കുവാനും പരസ്യമായി യാത്ര ചെയ്യുവാനും പരസ്യമായി വിശ്വസിക്കുവാനും നമുക്ക് കഴിയണം. പ്രിയ ദൈവമക്കളെ, ഒരു ക്രിസ്തീയ വിശ്വാസവും ഇല്ലാത്ത അഗ്രിപ്പ എന്ന് പറയുന്ന റോമൻ രാജാവ് പൗലോസിനെ വിസ്തരിക്കുമ്പോൾ പൗലോസ് ആ റോമൻ രാജാവ് അഗ്രൈസവനാണ്. അദ്ദേഹത്തോട് തന്റെ വിശ്വാസം മുഴുവനും വെട്ടിത്തുറന്നു പറഞ്ഞു. ഈ വാക്ക് കേട്ട് അത്ഭുതപ്പെട്ടിട്ട് അഗ്രിപ്പ എന്ന് പറയുന്ന റോമൻ രാജാവ് പൗലോസിനോട് ചോദിക്കുകയാണ്, ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ സമ്മതിപ്പിക്കുകയാണ്. കുറ്റവിചാരണ വേളയിൽ ന്യായപീഠത്തിൽ വെച്ച് പൗലോസിനോടുള്ള ചോദ്യത്തിൽ തന്റെ രക്ഷകനായ യേശുവിനെ റോമൻ രാജാവിന്റെ മുൻപിൽ ഒരു മറയുമില്ലാതെ തുറന്നു കാണിച്ചത് കേട്ട് തന്റെ ഹൃദയത്തിൽ നിന്ന് തന്നോട് ചോദിക്കുകയാണ്, ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ സമ്മതിപ്പിക്കുന്നു. അപ്പോൾ പൗലോസ് പറയാണ്, നീ മാത്രമല്ല എന്റെ സന്ദേശം കേൾക്കുന്ന സകലരും ഈ വിലമൊഴിച്ച് എന്നെ പോലെ ആയിത്തീരണം, ഒരു ക്രിസ്ത്യാനി ആയിത്തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഇന്ന് പ്രകാരം ഞാൻ പറയട്ടെ, അതാണ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് ലീഗ പറയുന്നത്, ബന്ധനമില്ലാത്ത ദൈവവചനം. എന്റെ കരങ്ങൾ റോമൻ ചങ്ങല കൊണ്ട് ബന്ധിച്ചുവെങ്കിൽ എന്റെ അകലത്തെ ചങ്ങലയിടുവാൻ ഒരു റോമൻ ഭരണാധിപന് കഴിഞ്ഞില്ല. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ശരീരം പീഡിപ്പിക്കപ്പെട്ടേക്കാം, പക്ഷേ നമ്മുടെ മനസ്സിനെ പീഡിപ്പിക്കുവാൻ ഈ ലോകത്തിൽ ആർക്ക് കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയണം, എന്റെ ശരീരത്തെ ഞാൻ ചുടുവാൻ ഏൽപ്പിച്ചാലും എന്റെ മനസ്സ് എന്റെ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ഊറ്റക്കൊള്ളുന്ന ദൈവമാണ്. നമുക്ക് കഴിയണം പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭയം മാറി, നിശബ്ദത മാറി, രഹസ്യം മാറി, നമ്മൾ ആരുടെയും മുന്നിൽ ഞാൻ ആരാണ്, എന്റെ വിശ്വാസം എന്താണ്, എന്റെ ഉദ്ദേശം എന്താണ്, എന്റെ ലക്ഷ്യം എന്താണ്, എന്റെ കാഴ്ചപ്പാട് എന്താണ്, എന്റെ ആഗ്രഹം എന്താണ്, എന്റെ തീരുമാനം എന്താണ്, എന്റെ അവസാനത്തെ ഗോൾ, അവസാനത്തെ വിജയം എന്താണെന്ന് നമ്മൾ പറയുവാൻ മടിക്കരുത്. അമ്മേ, പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക ചെയ്യുന്നത്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം പ്രതിഫലം കിട്ടാതെ അയോഗ്യനായി ഞാൻ കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിന് ആ സമ്മാനം നേടുവാനായി എന്റെ ശരീരത്തെ എത്രമാത്രം പീഡിപ്പിക്കേണ്ടി വന്നാലും അങ്ങനെയെല്ലാം പീഡിപ്പിച്ചുകൊണ്ട് ഞാൻ ആ പ്രതിഫലത്തിന് വേണ്ടി ഓടുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അങ്ങനെ ഒരു ജീവിതം നമുക്ക് കഴിയുമോ? അതുകൊണ്ട് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നീതിമാനെ കുറിച്ച് റോമാലേഖനത്തിലും വിശ്വാസത്തെ കുറിച്ച് ഗലാത്യ ലേഖനത്തിലും ജീവിതത്തെ കുറിച്ച് എബ്രായ ലേഖനത്തിലും പറയുമ്പോൾ നമുക്ക് ഇന്ന് ആവശ്യമുള്ളത് നീതിമാന്മാരായിരിക്കും. നമുക്ക് വിശ്വാസമുള്ള, നമുക്ക് ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധമായ ഒരു ക്രിസ്തീയ ജീവിതമാണ്. കപടമില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതമാണ്. മാലിന്യമില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതമാണ്. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ചില സന്ദർഭങ്ങളിൽ രഹസ്യമായി ഭയത്തോടെ നമ്മൾ നിശബ്ദമായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ കഴിഞ്ഞ കാല അനുഭവങ്ങളെ മാറ്റിക്കൊണ്ട് ഏത് ശക്തരായവന്റെ മുൻപിലും ഞാൻ ആരാണ്, എന്റെ വിശ്വാസം എന്താണ്, എന്റെ ലക്ഷ്യം എന്താണ്, എന്റെ കാഴ്ചപ്പാട് എന്താണ്, എന്റെ തീരുമാനം എന്താണ്, എന്റെ യാത്ര എന്തിനു വേണ്ടിയാണെന്ന് ആമേൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അദ്ദേഹം 287 ദിവസം ബഹിരാകാശത്തിൽ കുടുങ്ങിക്കിടന്നതിന് ശേഷം ഭൂമിയിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ളത് 287 ദിവസം
ഒരു കാരണവശാലും രക്ഷപ്പെട്ട് ഭൂമിയിലേക്ക് തിരിച്ചു വരുത്തില്ല എന്നുള്ള ആ അപ്രതീക്ഷിതമായ മാനസിക തീരുമാനത്തെ മാറ്റിമറിച്ച് ഭൂമിയിൽ കൊണ്ടെത്തിച്ചത് എന്റെ കർത്താവ് യേശുവാണ് എന്ന് ഈ പറഞ്ഞുവെങ്കിൽ പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമുക്കും അതേ ചങ്കൂറ്റത്തോടെ പറയുവാൻ എന്നെ ഇത്രത്തോളം ആക്കിയത് എന്റെ കർത്താവ് ഒരുവൻ, ഇനിയും എന്നെ ആക്കുവാൻ ഇരിക്കുന്നത് എന്റെ കർത്താവ് ഒരുവനാണ്. അതുകൊണ്ട് സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിൽ എങ്ങനത്തേതായിക്കൊള്ളട്ടെ, അതൊന്നും നമ്മുടെ വിശ്വാസത്തിന് കോട്ടം വരുത്തുവാൻ ഇടവരുത്തരുത്. ഞാൻ വീണ്ടും പറയട്ടെ, നമുക്ക് ഭയമുണ്ടാകരുത്, നമ്മൾ നിശബ്ദരായിരിക്കരുത്, നമ്മൾ രഹസ്യമായി ഒന്നും സൂക്ഷിക്കരുത്. നമ്മുടെ വിശ്വാസം അചഞ്ചലമായി മറ്റുള്ളവരുടെ മുൻപിൽ പ്രഖ്യാപിക്കപ്പെടുന്നതിൽ നമ്മൾ ആരെയും ഭയപ്പെടരുത്. നമ്മുടെ വിശ്വാസം നമ്മുടെ ഉള്ളിൽ രഹസ്യമായി സൂക്ഷിച്ചു വെക്കരുത്. നമ്മൾ രഹസ്യമായി സൂക്ഷിച്ചു വെക്കുന്ന വിശ്വാസത്തെ മറ്റൊന്നിന്റെയും മുന്നിൽ പരസ്യപ്പെടുത്തുവാൻ കഴിയാത്ത ഒരു മനസ്സിന്റെ ഉടമസ്ഥനായിട്ട് ഇരിക്കരുത്. അതുകൊണ്ട് ഭയവും സൈലന്റും സീക്രട്ടും നമ്മുടെ ജീവിതത്തിൽ വഴിമാറട്ടെ. അങ്ങനെ വഴിമാറുന്ന ഒരു ക്രിസ്തീയ ആത്മീയ വിശ്വാസത്തെയോ നമ്മൾ മുന്നോട്ട് നയിച്ചാൽ എബ്രായ ലേഖനം 10-ാം അധ്യായം 37-38 വാക്യങ്ങളിൽ പറയുന്നത് പോലെ, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളിലെ സോളിന്, എന്റെ ഉള്ളിലെ ദേഹിക്ക് അവനോട് ഒരടുപ്പവും ഉണ്ടാകത്തില്ല. അങ്ങനെ അടുപ്പം ഉണ്ടാകത്തില്ല എങ്കിൽ നമ്മൾ തീർച്ചയായും നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് കർത്താവ് യേശുവിന്റെ ആന്തരിക ആളത്വത്തിലെ ആ പ്രാണൻ എന്ന് പറയുന്ന ദേഹി, എന്റെ സോൾ, അതിന് എന്നോട് എപ്പോഴും അടുപ്പം ഉണ്ടായിക്കൊണ്ടിരുന്നാൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത്, ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. ദൈവത്തോട് അടുത്ത് വരുന്നില്ലെങ്കിൽ നമ്മൾ പിശാചിനോട് അടുക്കും, അവൻ നമ്മളെ കീഴ്ക്കളയും, ആരും വിജയിക്കുവാനുണ്ടാവില്ല. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവങ്ങളെ, നമ്മുടെ ആത്മീയ ജീവിതം വളരെ ശക്തമായ രീതിയിൽ ഈ നാടുകളിൽ മുന്നോട്ട് നയിക്കുവാൻ കർത്താവ് കൃപയാൽ സഹായിക്കുമാറാകട്ടെ. ആമേൻ.